ഹായ് വെൽക്കം ടു ആംസ്വെൽ 123. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന പുതിയ വിഷയം കുട്ടികളിൽ പഠനം രസകരമാക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം എന്നുള്ളതാണ്. കുട്ടികളിൽ പഠന മികവ് പുലർത്താൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇതിൽ പ്രധാന വഴികൾ നമ്മളിവിടെ നിന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാരൻസിന് കുട്ടികളെ നന്നായിട്ട് മാനേജ് ചെയ്യാനെ കൊണ്ട് സാധിക്കും. ഒന്നാമത്തേതായിട്ട് പഠനം രസകരമാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. കളികളിലൂടെ പഠനം നടത്തുക. അതായത് അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കളികളിലൂടെയൊക്കെ പഠനം ആവിഷ്കരിക്കാനെ കൊണ്ട് ശ്രമിക്കുക. രണ്ടാമത്തേത് കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു കഥയിൽ ആക്ടേഴ്സ് അല്ലെങ്കിൽ അതിനകത്ത് കഥാപാത്രങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പുതിയ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക പഠന കാര്യങ്ങളിൽ. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പഠന അന്തരീക്ഷം ഒരുക്കുക. ശാന്തമായ ഒരു സ്ഥലം നോക്കി കുട്ടികൾക്കായിട്ട് പഠന കേന്ദ്രമാക്കി മാറ്റുക. പിന്നെ സാമഗ്രികളൊക്കെ ലഭ്യമാക്കുക. പഠിക്കാൻ ആവശ്യമായ എല്ലാ പഠന സാമഗ്രികളും ലഭ്യമാക്കുക. പഠന സമയം ക്രമീകരിച്ച് കൊടുക്കുക. ഇങ്ങനെയൊക്കെ കുറേ ചെയ്ത് കഴിയുന്ന സമയത്ത് കുട്ടികൾ നല്ല മൈൻഡ് റിലീഫ് ആകും. അവർ വളരെ ഫ്ലെക്സിബിളായിട്ട് പഠനവുമായിട്ട് ഇഴുകിച്ചേരാനെ കൊണ്ട് അവർക്കിതൊക്കെ സഹായിക്കും. ഇനി മൂന്നാമത്തെ കാര്യം പ്രോത്സാഹനവും പിന്തുണയും നൽകുക. ചെറിയ നേട്ടങ്ങളെ അഭിനന്ദിച്ചു കൊടുക്കുക. സഹായം നൽകുക. എന്തെങ്കിലും നമുക്ക് ഹോംവർക്കുകളാവട്ടെ പഠന കാര്യങ്ങളാവട്ടെ അവർക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അവരെഴുതുന്നതിൽ അല്ലെങ്കിൽ വായിക്കുന്നതിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കുക. നമ്മളും അവരെ പഠിപ്പിക്കുന്നതിൽ കൂടുതൽ ജാഗ്രത ഉണ്ടായിരിക്കുക. അവരെ പഠനത്തിൽ കൂടുതൽ അവരുമായിട്ട് സഹായങ്ങളൊക്കെ നൽകി അവരോടൊപ്പം തന്നെ പഠനത്തിൽ സഹായങ്ങളൊക്കെ കൊടുത്ത് പാരൻസ് കൂടെ തന്നെ ഉണ്ടായിരിക്കുക. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ടുള്ള ശീലങ്ങളൊക്കെ വളർത്തുക. ആവശ്യത്തിന് ഉറക്കം ലഭിക്കുന്നത് കുട്ടികൾക്ക് നന്നായിട്ട് അവർ വളരുന്നതിനും അതേപോലെ തന്നെ അവരുടെ പഠന കാര്യങ്ങൾ മികവോടെ ചെയ്യുന്നതിനുമൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ അഞ്ചാമത്തേന്ന് പറയുമ്പോൾ മാതൃകയാകുക. വായിക്കുന്ന ശീലം കുട്ടികളിൽ വളരുന്നതോടൊപ്പം ഇന്നത്തെ കാലത്ത് വലിയവരും വായനയിലേക്ക് തിരിയുന്നത് നല്ലതാണ്. പഠനത്തോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതിന് കുട്ടികളെ ഇതൊക്കെ ഏറെ സഹായിക്കുന്നു. അതേപോലെ പഠന കാര്യത്തിൽ അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ചിട്ട് ആ കുട്ടി ഒട്ടും പഠിക്കത്തില്ല അല്ലെങ്കിൽ എൻ്റെ മകൾ പഠിക്കുന്നില്ല എന്ന് പറയാതെ കുട്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അവൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ നല്ല താല്പര്യമുണ്ട് എന്നൊന്ന് പറഞ്ഞു നോക്കൂ. കുട്ടിക്ക് നല്ല മാറ്റം ഉണ്ടാവും. പഠനത്തിലും ആൾ കുറച്ചുകൂടെ അഗ്രസീവായിരിക്കും. പഠന കാര്യങ്ങൾ അവർക്ക് വേണ്ടതെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യമാണ്. അതിനായിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് തുടങ്ങിയ ആഹാര സാധനങ്ങളെല്ലാം തന്നെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ ജങ്ക് ഫുഡ്സ് കഴിവതും കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്നതായിരിക്കും അവരുടെ ആരോഗ്യത്തിന് നല്ലത്. അവർക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെ കൊടുക്കാനെ കൊണ്ട് മാക്സിമം നോക്കുക. യോഗ പോലുള്ള കുഞ്ഞു അവരെ കൊണ്ട് കഴിയുന്ന വ്യായാമ മുറകളൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കുക. അപ്പോൾ അവർ ആരോഗ്യവും അതേപോലെ തന്നെ പഠനത്തിലും മികവ് കാണിക്കാനെ കൊണ്ട് താല്പര്യമുള്ളവരായി വളരട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.